മക്കളെ നമ്മൾ ഇലക്ടോറൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലെ പഠിച്ചുകൊണ്ടിരുന്നത്. ആ ചാപ്റ്ററിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ട് അല്ലെ നമ്മൾ വോട്ട് ചെയ്ത് വോട്ട് കൗണ്ട് ചെയ്ത് ഒരു പാർലമെന്റ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുന്നത് വരെ നമ്മൾ പറഞ്ഞു നിർത്തി അല്ലെ. സോ അതായിരുന്നു നമ്മൾ ഇലക്ടോറൽ പൊളിറ്റിക്സിൽ ലാസ്റ്റ് ആയിട്ട് പഠിച്ചത് അല്ലെ. നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞു, വോട്ട് എണ്ണിയ സമയത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളെ നമ്മൾ ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു? അവരുടെ ആ പാർട്ടിയുടെ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഓക്കെ, സോ വാട്ട് മേക്സ് ഇലക്ഷൻസ് ഇൻ ഇന്ത്യ ഡെമോക്രാറ്റിക്? നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഇലക്ഷൻ എപ്പോഴും ഡെമോക്രസി ഉള്ളതാണ് അല്ലെ. ഡെമോക്രാറ്റിക് ഇലക്ഷൻസ് ആണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത്. സോ വി ഗെറ്റ് ടു റീഡ് എ ലോട്ട് അബൌട്ട് unfair practices in elections. Most of these reports are about the following. അപ്പം ഇലക്ഷന്റെ സമയത്ത് അൺഫെയർ പ്രാക്ടീസസും നടക്കാറുള്ളതായിട്ട് നിങ്ങൾക്ക് ന്യൂസ് കാണാൻ പറ്റില്ല. എന്തൊക്കെ കാര്യങ്ങളാ അല്ലെ നടക്കുന്നത്? ഞാൻ പറഞ്ഞു അല്ലെ, ട്രോളുകളിലൊക്കെ കാണാറുണ്ട് അല്ലെ, മരിച്ചു പോയിട്ടുള്ള ആൾക്കാരല്ലേ വോട്ടേഴ്സ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മരിച്ചു പോയിട്ടുള്ള ആൾക്കാരുടെ പേരിലൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കിടക്കും. വോട്ടേഴ്സ് ലിസ്റ്റിൽ കിടക്കുമ്പോൾ വോട്ട് കൂടാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്? ചിലപ്പോൾ മരിച്ച ആൾക്കാരുടെ പേരിലൊക്കെ വന്നിട്ട് വോട്ട് ചെയ്തിട്ട് പോവാറൊക്കെ ഉണ്ട്. സോ അതൊക്കെ എന്താണ്? മാൽ പ്രാക്ടീസസ് ആണ് അല്ലെ. അങ്ങനത്തെ അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങളും നടക്കാറുണ്ട്. സോ ഇൻക്ലൂഷൻ ഓഫ് false names and exclusion of genuine names in the വോട്ടേഴ്സ് ലിസ്റ്റ് അല്ലെ. അപ്പൊ തെറ്റായ പേരിലൊക്കെ ആൾക്കാരെ പേരൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും? വോട്ടിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ചില തെറ്റുള്ള പേരൊക്കെ ഇട്ടിട്ട് ആൾക്കാരുടെ എണ്ണം കൂട്ടിയിട്ട് 1-2 വോട്ടൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഒരു വോട്ടാണ് അല്ലെ. അപ്പൊ ആ വോട്ടിന്റെ നമ്പർ മാറാൻ പാടില്ല. misuse of government facilities and officials by the ruling party. ruling party ഇപ്പൊ ഒരു പാർട്ടി റൂൾ ചെയ്യാണ്, ഓൾറെഡി റൂൾ ചെയ്യുന്നുണ്ടാവും അല്ലെ ഒരു പാർട്ടി. ആ പാർട്ടീന്റെ ഒഫീഷ്യൽസിനെ വെച്ചിട്ട് എന്ത് ചെയ്യുക? മിസ്യൂസ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങൾ നടക്കാറുണ്ട്. ആൻഡ് എക്സസീവ് യൂസ് ഓഫ് മണി ബൈ റിച്ച് കാൻഡിഡേറ്റ്സ് ആൻഡ് ബിഗ് പാർട്ടീസ്. അപ്പൊ ബിഗ് പാർട്ടീസ് ആണെന്നുണ്ടെങ്കിലും വലിയ കുറച്ച് നല്ല റിച്ച് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പൈസയൊക്കെ കുറെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മണി പവർ എന്ത് ചെയ്യുക? കാര്യമായിട്ട് യൂസ് ചെയ്യുക. ആൻഡ് ഇന്റിമിഡേഷൻ ഓഫ് വോട്ടേഴ്സ് ആൻഡ് ട്രിക്കിംഗ് ഓൺ ദി പോളിംഗ് ഡേ അല്ലെ. ആൾക്കാരെ വോട്ട് ചെയ്യുന്ന ആൾക്കാരെ എന്ത് ചെയ്യുക? ഭീഷണിപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക? വോട്ട് വാങ്ങിക്കുക. അപ്പം ഇതൊക്കെ എന്താണ്? ഇലക്ഷന്റെ അൺഫെയർ മീൻസ് ആണ് അല്ലെ. അൺഫെയർ മീൻസ് ഓഫ് പ്രാക്ടീസസ്, അൺഫെയർ പ്രാക്ടീസസ് ഓഫ് ഇലക്ഷൻ അല്ലെ. ഇത്രയും കാര്യങ്ങളൊക്കെ എന്താണ്? ഇതൊരു ഡെമോക്രസിക്ക് ചേർന്നതാണോ? അല്ല അല്ലെ. അപ്പം എപ്പോഴും എന്തായിരിക്കണം? ഇലക്ഷൻ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം അല്ലെ. സോ ഇൻഡിപെൻഡന്റ് ഇലക്ഷൻ എന്താ പറയുന്നത് നോക്കാം നമുക്ക്. സോ in our country, elections are conducted by an independent and very powerful election commission. Election commission important ആണ്. Election commission important ആണ്. സോ ഇലക്ഷൻ കമ്മീഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാവും. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ആരാ? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇസ് അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആരാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ CEC ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. എന്നിട്ടോ but once appointed, the chief election commissioner is not answerable to the president or the government. അപ്പം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു വട്ടം അപ്പോയിന്റഡ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ക്വസ്റ്റ്യൻ ചെയ്യാനോ റൂൾ ചെയ്യാനോ ആർക്ക് റൈറ്റ് ഇല്ല. പ്രസിഡന്റിനാണെങ്കിലും ഗവൺമെന്റിനാണെങ്കിലും റൈറ്റ് ഇല്ല. അപ്പം അപ്പോയിന്റ് ചെയ്യുന്നൊക്കെ ശരി തന്നെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റിനാണെങ്കിലും ഗവൺമെന്റിനാണെങ്കിലും ഇലക്ഷൻ കമ്മീഷന്റെ കാര്യത്തിൽ എന്തില്ല? വോയിസ് ഇല്ല. പിന്നെ അവർക്കൊന്നും അതിൽ സംസാരിക്കാനില്ല.
And if one of the ruling party of the government does not like what the commission does, it is virtually impossible for it to remove the chief election commissioner. അപ്പം ചില ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എപ്പോഴും എന്തായിരിക്കണം, ന്യൂട്രൽ ആയിരിക്കണം അല്ലെ. അയാള് ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ടും എതിർ പാർട്ടിക്ക് വേണ്ടിയിട്ടും ഒന്നും ചെയ്യാൻ പാടില്ല. അയാൾ എന്ത് ചെയ്യണം, ജെന്യൂൻ ആയിട്ടുള്ള ഒരു പാത്തിൽ വേണം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു കാര്യത്തില് ഇപ്പം CEC ചെയ്യുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ചെയ്യുന്ന ഒരു കാര്യം ഗവൺമെന്റിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല കേട്ടോ. ഗവൺമെന്റിന് ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ചുമ്മാ ഇരിക്കാനേ പറ്റുള്ളൂ. അയാളെ റൂൾ ചെയ്യാനോ അല്ലെങ്കിൽ അയാളെ മാറ്റിയിട്ട് വേറൊരാളെ ആക്കാം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ന്യൂട്രൽ ആയിട്ട് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളൊരു ഡ്യൂട്ടിയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് ഉള്ളത്. Clear അല്ലേ? And very few election commissions in the world have such wide-ranging powers as the Election Commission of India. അപ്പം ലോകം മൊത്തം കമ്പയർ ചെയ്താലും ഇന്ത്യയിൽ അത്രയും പവർ ഉണ്ട് ഇലക്ഷൻ കമ്മീഷണർ കേട്ടോ. Election Commission takes decisions on every aspect of conduct and control of the elections from the announcement of election to the declaration of results. അപ്പം ഇലക്ഷൻ അനൗൺസ് ചെയ്തിട്ട് ഇലക്ഷന്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നത് വരെ ഉള്ള റോൾ ആർക്കാണ്, ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷന്റെ കംപ്ലീറ്റ് റോളും വരുന്നത്. ആൻഡ് ഇറ്റ് ഇംപ്ലിമെന്റ്സ് ദി കോഡ് ഓഫ് കണ്ടക്ട്. ഞാൻ പറഞ്ഞു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട് അല്ലെ, ഇലക്ഷൻ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. ആ ഒരു കോണ്ടാക്ട് മാത്രം, ആ ഒരു കോഡ് ഓഫ് കണ്ടക്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ കോഡ് ഓഫ് കണ്ടക്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ് അല്ലെ. സോ ഇറ്റ് ഇംപ്ലിമെന്റ്സ് ദി കോഡ് ഓഫ് കണ്ടക്ട് ആൻഡ് പണിഷസ് എനി കാൻഡിഡേറ്റ് ഓർ പാർട്ടി ദാറ്റ് വയലേറ്റ് ഇറ്റ്. അപ്പം ആ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഫോളോ ചെയ്യാത്ത കാൻഡിഡേറ്റോ പാർട്ടിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യും, അതിന് പണിഷ്മെന്റ് കൊടുക്കും. And during the election period, the election commission can order the government to follow some guidelines to prevent use and misuse of governmental power to enhance its chances to win election or to transfer some government officials. അപ്പം ഇലക്ഷൻ കമ്മീഷൻ എന്ത് പറയും, ഗവൺമെന്റിന് ചിലപ്പം സ്പെഷ്യൽ ആയിട്ട് അല്ലെ, ഓരോ ഭരിക്കുന്ന പാർട്ടിക്കും എന്തുണ്ടാവും, ഓരോ ഗവൺമെന്റിനും അവരുടെ പവറൊക്കെ ഉണ്ടാവും. അപ്പം ആ ഒരു പവർ ഇലക്ഷന് വേണ്ടിയിട്ട് മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ ആര് കൊടുക്കും, ഗവൺമെന്റിന് കുറെ പവറൊക്കെ ഉണ്ട്, പക്ഷെ ആ പവർ ഒന്നും നിങ്ങൾ ഇലക്ഷനിൽ കാണിക്കേണ്ടെന്ന് ആര് പറയും, ഇലക്ഷൻ കമ്മീഷൻ പറയും. ക്ലിയർ അല്ലേ? ആൻഡ് when on election duty, government officers who work under the control of election commission and not the government. അപ്പം ഇലക്ഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫീസേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. പക്ഷേ ഇലക്ഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ ഓഫീസേഴ്സ് ഒക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുക, ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയിട്ടാ. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് പ്രകാരമാണ് വർക്ക് ചെയ്യുക, ഗവൺമെന്റ് പറയുന്നത് പോലെ അല്ല. And when election officials come to the opinion that polling was not fair in some booths or even an entire constituency, they order to repoll. അപ്പം റീപോളിംഗ് നടക്കും കേട്ടോ. അപ്പം ഇലക്ഷൻ കമ്മീഷൻ പറയാണ് ഈ കഴിഞ്ഞ പോളിംഗിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, ആ പോളിംഗ് കറക്റ്റ് അല്ല, ആ പോളിംഗിൽ എന്തോ ഒരു മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ അതത്ര ക്ലിയർ ആയിട്ടുള്ള പോളിംഗ് അല്ല എന്ന് ഇലക്ഷൻ കമ്മീഷന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന് റീപോളിംഗ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും, റീപോളിംഗ് നടത്താനുള്ള റൈറ്റ് ഉണ്ട്. And the ruling parties often do not like what the election commission does. അപ്പം യൂഷ്വലി ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ന്യൂട്രൽ ആയിരിക്കും അല്ലെ. റൂൾ ചെയ്യുന്ന പാർട്ടി ആണെന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ ഒരുപോലെ ആയിരിക്കും. അപ്പം ചിലപ്പം റൂൾ ചെയ്യുന്ന പാർട്ടിക്ക് ഇലക്ഷൻ കമ്മീഷന്റെ ആക്ടിവിറ്റീസ് ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. But they have to obey. This would not have happened if the election commission was not independent and powerful. അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട രണ്ട് ടേമുകളാണ് ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുമ്പം. ഒന്ന് ഇൻഡിപെൻഡന്റ് ആണ്, രണ്ട്
പവർഫുൾ ആണ്. അപ്പം ഇൻഡിപെൻഡന്റുമാണ്, പവർഫുള്ളുമാണ്. അപ്പം ഗവൺമെന്റിന്റെ കീഴിൽ ഗവൺമെന്റ് പറയുന്നത് കേൾക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഇലക്ഷൻ ഒക്കെ എങ്ങനെയായിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക? ഗവൺമെന്റ് പറയും പോലെ ആയിരിക്കും ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇലക്ഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് പവർഫുൾ ആൻഡ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള റിസൾട്ടും ആയിരിക്കും. ഇലക്ഷൻ കമ്മീഷന്റെ മുകളിൽ ഗവൺമെന്റിന് യാതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, സോ അപ്പൊ അത്രയുമാണ് ഇലക്ഷൻ കമ്മീഷൻ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ഇലക്ഷൻ കമ്മീഷനും ചീഫ് ഇലക്ഷൻ കമ്മീഷണറും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കട്ടോ, ഇമ്പോർട്ടന്റ് ആണ് അത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് പോപ്പുലർ പാർട്ടിസിപ്പേഷൻ. പോപ്പുലർ പാർട്ടിസിപ്പേഷൻ എന്തൊക്കെയാ പറയുന്നത് ഇവിടെ? Another way to check the quality of the election process is to see whether people participate in it with enthusiasm. If the election process is not free or fair, people will not continue to participate in the exercise. അപ്പം ആൾക്കാർക്ക് വോട്ട് ചെയ്യണം അല്ലേ? ആൾക്കാർക്ക് വോട്ട് ചെയ്യുകയും ചെയ്യാം അല്ലെ? വോട്ട് ചെയ്യാനുള്ള എല്ലാ ആൾക്കാർക്കും എന്തുണ്ട്? വോട്ട് അവകാശമുണ്ട് അല്ലെ? റൈറ്റ് ടു വോട്ട് ഉണ്ട്. പക്ഷേ ഇലക്ഷനിൽ അത്ര വിശ്വാസമൊന്നുമില്ല. എത്ര ഇലക്ഷൻ നടത്തിയാൽ എന്താ, ഇതിപ്പോ ഇങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുക, നമ്മളിപ്പോ എത്ര ഇലക്ഷൻ നടത്തിയിട്ടും കാര്യമില്ല, ലാസ്റ്റ് ഇങ്ങനെയാ ഉണ്ടാവുക, ഇതിനകത്തൊരു ജെന്യൂനിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇതൊരു സിൻസിയർ ആയിട്ട് നടക്കുന്ന കാര്യമല്ല എന്ന് ആൾക്കാർക്ക് തോന്നിക്കഴിഞ്ഞാല് എന്ത്, ആരെങ്കിലും വോട്ട് ചെയ്യാൻ പോവുക, ഇലക്ഷൻ മുഴുവൻ നമ്മൾ വോട്ട് ചെയ്യുന്ന പോലെ നല്ല വോട്ടിന്റെ റിസൾട്ട് വരിക എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ആൾക്കാർ വോട്ട് ചെയ്യാൻ പോവുക ഇല്ല അല്ലെ? അപ്പം എന്തായിരിക്കണം? ജെന്യൂൻ ആയിട്ടായിരിക്കണം ഇലക്ഷൻ നടക്കേണ്ടിയിരിക്കുക. സോ അതിന്റെ കാര്യം പറയുന്ന പോപ്പുലർ പാർട്ടിസിപ്പേഷൻ, ആൾക്കാർ എങ്ങനെയാണ് ഇലക്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇലക്ഷന് പോയി കഴിഞ്ഞാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മളൊരു റൈറ്റ് ആണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, സോ people's participation in election is usually measured by voter turnout figures. അപ്പൊ നമ്മൾ എത്ര ആൾക്കാർ വന്നിട്ടുണ്ട് എന്നൊക്കെ, നമുക്ക് ഇലക്ഷന് എത്ര ആൾക്കാർ വന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ നോക്കുന്നതാണ്. എന്താ നോക്കുക? വോട്ടർ ടേൺ ഔട്ട് ഫിഗേഴ്സ്. ടേൺ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റ് ദ പെർസെന്റ് ഓഫ് എലിജിബിൾ വോട്ടേഴ്സ്. അപ്പൊ ടേൺ ഔട്ട് നിങ്ങൾ ഇത് ഓർത്ത് വെച്ചോളെ, പീപ്പിൾ ടേൺ ഔട്ട് ഫിഗർ നിങ്ങൾ ഓർത്ത് വെച്ചോളെ. എന്താ അത്? ടേൺ ഔട്ട് ഇൻഡിക്കേറ്റ്സ് ദ പെർസെന്റ് ഓഫ് എലിജിബിൾ വോട്ടേഴ്സ് who actually cast their vote. Over the last 50 years, turnout in India has either remained stable or actually gone up. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കുറെ ഗ്രാഫുകളൊക്കെ ഉണ്ട് കേട്ടോ, വേറെ രാജ്യങ്ങളൊക്കെ ആയിട്ടുള്ള കമ്പാരിസൺ ഒക്കെ ഉണ്ട്. ആൻഡ് ടേൺ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പെർസെന്റ് ഓഫ് എലിജിബിൾ വോട്ടേഴ്സ് ഹു ആക്ച്വലി കാസ്റ്റ് ദിയർ വോട്ട്. അപ്പം ടേൺ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ള, എത്ര വോട്ടേഴ്സ് വോട്ട് ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു മെഷറാണ് എന്ത്? ടേൺ ഔട്ട് ഫിഗർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആക്ച്വലി ടേൺ ഔട്ട് ഫിഗർ കൂടെ ചെയ്ത് ഓരോ ഇയർ കഴിയുമ്പോഴും ആൾക്കാർ ഒന്നിനും സ്റ്റേബിൾ ആയിട്ട് വലിയ ചേഞ്ച് ഒന്നും ഇല്ല. ലാസ്റ്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇത്ര ശതമാനം പോളിംഗ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയില്ലേ, അതാണ്. ആൻഡ് ഇന്ത്യയിൽ അത് സ്റ്റേബിൾ ആയിട്ടോ അല്ലെങ്കിൽ ആൾക്കാർ വോട്ട് ചെയ്യുന്ന എണ്ണം കമ്പാരിറ്റീവ്ലി എന്താണ്? കുറവാണ്. അത് ആൾക്കാർക്ക് ഇലക്ഷനുള്ളൊരു ട്രസ്റ്റ് കൊണ്ടാണ് കേട്ടോ, കള്ളത്തരങ്ങളൊന്നും കാണിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ട്രസ്റ്റ് കൊണ്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്? വോട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ പറഞ്ഞ പോയിന്റ്? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ, പോപ്പുലർ പാർട്ടിസിപ്പേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇൻ ഇന്ത്യ ദ പുവർ, illiterate and underprivileged people vote in large proportion as compared to rich and privileged sections. This is in contrast to Western democracies. അപ്പം ഇന്ത്യയിൽ പുവർ ആയിട്ടുള്ള വലിയ പൈസയൊന്നും ഇല്ലാത്ത റിച്ച് ആയിട്ടുള്ള അല്ലാത്ത ആൾക്കാരൊക്കെയാണ് കൂടുതലായിട്ടും വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പം ഇലക്ഷനിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാറുണ്ട്. അപ്പം വെസ്റ്റേൺ കൺട്രീസിൽ നേരെ തിരിച്ചാ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ പോയിട്ട് എന്ത് ചെയ്യും? വോട്ടൊക്കെ ചെയ്യും. പാവപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്യില്ല? വോട്ടൊന്നും അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഇന്ത്യയിൽ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുവർ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? കൂടുതലായിട്ടും വോട്ടൊക്കെ ചെയ്യും ആസ് കമ്പയർഡ് ടു ആരെ? റിച്ച് ആയിട്ടുള്ള ആൾക്കാർ. സോ അതാണ് ഇന്ത്യയിൽ ഒരു പാർട്ടിസിപ്പേഷന്റെ ഒരു കേസ് എന്ന് പറയുന്നത്. ആൻഡ് common people in India attach a lot of importance to elections. അപ്പം ഇന്ത്യയിലെ സാധാരണക്കാർ എന്ത് ചെയ്യും? ഇലക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു ഇമ്പോർട്ടൻസോടുകൂടി അല്ലെ? ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആഘോഷമാണ് അല്ലെ? നാട്ടിൽ മുഴുവൻ ആഘോഷവും കൊട്ടും കൊരവയൊക്കെ ആയിട്ട് ഭയങ്കര ആഘോഷം, സെലിബ്രേഷൻ ആണ് അല്ലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള്. അപ്പം ഇന്ത്യയിൽ കോമൺ പീപ്പിൾ ഇൻ ഇന്ത്യ അറ്റാച്ച് എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ടു ഇലക്ഷൻസ്.
They feel that through election they can bring pressure on political parties to adopt policies and programs favorable to them. They also feel that their vote matters in the way തിങ്സ് ആർ റൺ ഇൻ ദി കൺട്രി. അപ്പം കോമൺ പീപ്പിൾ എന്താ വിചാരിക്കുന്നത്, അവർ ഭയങ്കര ഇമ്പോർട്ടൻസ് ഒക്കെ കാണുന്നതാണ് അല്ലെ. ഓരോ ഇലക്ഷനും എന്താണ്, അവർക്ക് ഓരോ ഹോപ്പാണ് അല്ലെ, ഒരു പ്രതീക്ഷ കൊടുക്കുന്നതാണ് അല്ലെ. അവരുടെ ആവശ്യങ്ങൾ, നീഡ്. അപ്പൊ പാർട്ടി മാറി വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരു ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഴയ ആൾക്കാർ തന്നെ കുറച്ചും കൂടി കണ്ടിന്യൂ ചെയ്യാന്ന് കഴിഞ്ഞാൽ ഓരോ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു ബെറ്റർമെന്റ് ഉണ്ടാവുമെന്നാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ആൻഡ് the interest of voters in election-related activities has been increasing over the years. During the 2004 elections, more than 1/3 voters took part in the campaign-related activities. അപ്പം ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ ഇയർ കഴിയുമ്പോഴും ഇലക്ഷന് ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ കൂടാണ്, ഇൻട്രസ്റ്റ് കൂടാണ്. And more than half of the people identified themselves as being close to one or the other political party. 1 out of every 7 voters is a member of a political party. അപ്പം ആൾക്കാർക്ക് എന്തുണ്ട്, പാർട്ടികളിലും വിശ്വാസം ഉണ്ട് അല്ലെ. അപ്പം 7 ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരാൾ എന്തായിരിക്കും, ഏതെങ്കിലും ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളായിരിക്കും. സോ ആൾക്കാർക്ക് പാർട്ടിയിൽ വിശ്വാസം ഉണ്ടാവും. അപ്പൊ പാർട്ടി വഴി ആൾക്കാർ എന്താവാണ്, പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാണ്. അപ്പൊ അവർക്ക് ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാ ആൾക്കാർക്കും ഒരു പാർട്ടി വഴി എന്ത് ചെയ്യണം, ഇലക്ഷനിൽ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, വോട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അത് നമ്മളെ റൈറ്റ് ആണ് കേട്ടോ. 18 വയസ്സ് കഴിഞ്ഞ എല്ലാ ആൾക്കാർക്കും വോട്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യം നമ്മളിപ്പോ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്? നമ്മൾ പാർട്ടിസിപ്പേഷൻ ആണ് അല്ലെ, ഇലക്ഷനിൽ ആൾക്കാരുടെ ഒരു പാർട്ടിസിപ്പേഷൻ റേറ്റ് ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് acceptance of election outcome. acceptance of election outcome. അപ്പം ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ ഒരു ഔട്ട്കം ഉണ്ടാവും അല്ലെ. ഫെയിലിയർ ഉണ്ടാവും, ജയിക്കുന്നുണ്ടാവും, തോൽക്കുന്നുണ്ടാവും. അപ്പം ഒരു ഔട്ട്കത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് കേട്ടോ. If elections are not free or fair, the outcome always favors the powerful. അപ്പം ഇലക്ഷൻ ഫ്രീ അല്ല, അല്ലെങ്കിൽ ഫെയർ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ അല്ല കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, പവർഫുൾ ആരാണോ അവരായിരിക്കും ജയിക്കുന്നുണ്ടാവുക അല്ലെ. കുറെ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ജയിക്കും. പക്ഷെ നമ്മുടെ ഇലക്ഷൻ എന്താണ്, ഫ്രീ ആണ്, ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻ ആണ്. In such a situation, the ruling parties do not lose elections. Usually, the losing party does not accept the outcome of a rigged election. സാധാരണ അങ്ങനെയാണ് കാണുന്നത്. And the ruling parties routinely lose elections in India, both at the national and state level. In fact, in every 2 out of the 3 elections held in the last 25 years, the ruling party lost. ഇതൊരു കോമൺ, ഒരു ആവറേജ് നോക്കിയിട്ട് പറയുന്ന ഒരു ഔട്ട്കം ആണ് കേട്ടോ. എന്താ പറയുന്നത്, ഓരോ വട്ടവും എന്ത് ചെയ്യും, ഇപ്പം 5 വർഷത്തേക്ക് ഒരു ഗവൺമെന്റ് ഉണ്ടായി, 5ാം വർഷം നെക്സ്റ്റ് ഇയർ വേറൊരു ഗവൺമെന്റ് ആയിരിക്കും ഉണ്ടാവുക. കാരണം ഒരു ഇലക്ഷൻ കാരണം എന്ത് ചെയ്യും, റൂളിംഗ് പാർട്ടിനെ ആൾക്കാർക്ക് മടുത്തിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, പുതിയൊരു റൂളിംഗ് പാർട്ടീനെ കൊണ്ടുവരും. എന്നിട്ട് അവർ 5 വർഷം കഴിയുമ്പോൾ അവരെയും മടുക്കും, എന്നിട്ട് നമ്മൾ വേറൊരാളെ കൊണ്ടുവരും. അങ്ങനെയാണ് കോമൺലി നടക്കുന്നതെന്നാണ്. എപ്പോഴും അങ്ങനെയാണെന്നല്ല, മിക്കവാറും സമയങ്ങളിലൊക്കെ അങ്ങനെയാണ് നടക്കാറുള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇലക്ഷന്റെ ഔട്ട്കം ആയിട്ട് വരാറുള്ളത്. In the US, an incumbent or sitting elected representative rarely loses an election. ഇന്ത്യയിൽ US-ൽ എങ്ങനെയാണ്, അവിടെ ഉള്ള ആൾക്ക് എന്ത് ചെയ്യാറില്ല, നെക്സ്റ്റ് ടൈം ഒരു ഇലക്ഷൻ നടക്കുമ്പം അവരുടെ പവർ പോവാറില്ല. Okay, in India, about half of the sitting MPs or MLAs lose election. അപ്പം അതാണ് US-ഉം ഇന്ത്യയും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. US-ലാണെങ്കിൽ എന്ത് ചെയ്യും, ആള് സിറ്റിംഗ് ആയിട്ടുള്ള ആള് നെക്സ്റ്റ് ഒരു ഇലക്ഷൻ വരുമ്പം അവർക്ക് ആ പവർ പോവാറില്ല. ഇന്ത്യയിൽ എന്താവാറുണ്ട്, MP-മാരും MLA-മാരൊക്കെ ഒരു വട്ടം കഴിഞ്ഞാൽ നെക്സ്റ്റ് വട്ടം എന്താവാറുണ്ട്, ഫെയിൽ ആവാറുണ്ട്. ആൻഡ് candidates who are known to have spent a lot of money on buying votes അല്ലെ. കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യും, കുറെ പൈസയൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യും, വോട്ട് വാങ്ങിക്കും. നിങ്ങൾ എനിക്ക് വോട്ട് തരുമോ, ഞാനിങ്ങനെ നിങ്ങൾക്ക് ധനസഹായങ്ങളൊക്കെ ചെയ്തു തരാം, നിങ്ങൾക്ക് അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വോട്ട് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ.
and those with non-criminal connections often lose elections. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്, പൈസയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് വോട്ട് വേറെ ആൾക്കാർക്കൊക്കെ ചിലപ്പം കൊടുക്കാറൊക്കെ ഉണ്ട്. And barring very few disputed elections, the electoral outcomes are usually accepted as people's verdict by the defeated party. അപ്പൊ defeated party എപ്പോഴും people's verdict ആയിട്ടാണ് ഇലക്ഷൻ ഔട്ട്കം പറയാറുള്ളത്. ക്ലിയർ ആണോ? അപ്പം ഇലക്ഷന്റെ ഔട്ട്കമ്മിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. യൂഷ്വലി ഇന്ത്യയിൽ എങ്ങനെയാ ഇലക്ഷൻ ഔട്ട്കം വരാറുള്ളത്? യൂഷ്വലി ഒരു പാർട്ടി റൂൾ ചെയ്തു, നെക്സ്റ്റ് ടൈം ആവുന്ന സമയത്ത് ഇലക്ഷന്റെ സമയത്ത് വേറൊരു പാർട്ടിയാണ് വരിക, എന്നിട്ട് വേറൊരു പാർട്ടി, അങ്ങനെയാണ് ഒരു പാറ്റേൺ, അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അല്ലാത്ത കേസസും ഉണ്ട്. പക്ഷെ US നേരെ തിരിച്ചാ, US സിറ്റിംഗ് ആയിട്ടുള്ള ആൾ ആരാണോ നെക്സ്റ്റ് ഇലക്ഷൻ വരുമ്പം അവർ തന്നെ കണ്ടിന്യൂ ചെയ്യാറാണ് പതിവ്. ഓക്കെ, ക്ലിയർ? അപ്പം ഞാൻ പറഞ്ഞു ഇലക്ഷൻ ഫ്രീ ആൻഡ് ഫെയർ മാനറിൽ വേണം നടത്താൻ എന്ന് പറഞ്ഞു അല്ലെ. ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ആണ് നടത്തേണ്ടത്. അങ്ങനെ നടത്താൻ വേണ്ടിയിട്ട് കുറെ ചാലഞ്ചസ് ഉണ്ടാവും അല്ലെ. ഫ്രീ ആൻഡ് ഫെയർ മോഡില് ഇലക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ കുറെ ചാലഞ്ചസും ഉണ്ടാവാറുണ്ട്. എന്തൊക്കെ ചാലഞ്ചസാ? All this leads to a simple conclusion. Elections in India are basically free and fair. The party that wins an election and forms government does so because people have chosen it over its rivals. This may not be true for every constituency. അപ്പം ആൾക്കാർ ചൂസ് ചെയ്ത പാർട്ടി അല്ലേ, അവർ വിൻ ചെയ്യും, അവര് ഗവൺമെന്റ് ഫോം ചെയ്യും. A few candidates may win purely on the basis of money, power and unfair means. ചില ആൾക്കാര് മണി പവറും അൺഫെയർ മീൻസിലൊക്കെ വിൻ ചെയ്യാറുമുണ്ട്. But the overall verdict of the general election still reflects popular preference. There are very few exceptions to this rule in the last 60 years in our country. This is what makes Indian election democratic. അപ്പം ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ത്യൻ ഇലക്ഷൻ എപ്പോഴും ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ആണ് ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ആണെന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഇന്ത്യയിലെ ഇലക്ഷൻ എപ്പോഴും എന്താണ്? ഡെമോക്രസി ആണ് അല്ലെ. ഇന്ത്യ ഇലക്ഷൻ എപ്പോഴും ഡെമോക്രാറ്റിക് വേയിലാണ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. മണി പവർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എന്താണ്, എപ്പോഴും അങ്ങനെ മണി പവർ വെച്ചിട്ടൊന്നും അല്ല ആൾക്കാർ ജയിക്കുന്നത് അല്ലെ. ആൾക്കാർ വിചാരിക്കും ഫ്രീ ആയിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്ക് എന്ത് ചെയ്യും, വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. And candidates and parties with a lot of money may not be sure of their victory, but they do enjoy a big and unfair advantage over smaller parties and independents. In some part of the country, candidates with criminal connection have been able to push others out of the electoral race and to secure a ticket from the major parties. അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ചില കേസസിൽ മാത്രം കേട്ടോ. പക്ഷെ നമ്മൾ ഫ്രീ ആൻഡ് ഫെയർ മെത്തേഡിലാണ് നമ്മുടെ ഒരു ഇലക്ഷൻ എപ്പോഴും കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് സ്മോളർ പാർട്ടീസ് ആൻഡ് ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സ് suffer a huge disadvantage compared to bigger parties. These challenges exist not just in India but also in many established democracies. These deeper issues are a matter of concern for those who believe in democracy. അപ്പം അൺഫെയർ ആയിട്ടുള്ള മീൻസ് നടക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മളെല്ലാ ആൾക്കാരും ഡെമോക്രസിയിൽ വിശ്വാസമുള്ള ആൾക്കാരാണ് അല്ലെ. അപ്പം നമ്മുടെ നാട്ടില് ഇലക്ഷൻ നടക്കുന്നത് ഫെയർ ആയിട്ടല്ല, അല്ലെങ്കിൽ ഫ്രീ ആൻഡ് ഫെയർ മെത്തേഡിലല്ല എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെമോക്രസിയിലുള്ള ഒരു ബിലീഫ് നഷ്ടപ്പെടും അല്ലെ, വിശ്വാസം നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് that is why citizens, social activists and organizations have been demanding reforms in our electoral system. അതുകൊണ്ടാണ് ഇത്തരം ആക്ടിവിസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ഇലക്ഷൻ കുറച്ചും കൂടെ ബെറ്റർ ആവാനുണ്ട്, ഇലക്ഷന്റെ കുറച്ച് പോളിസീസ് ഒക്കെ ചേഞ്ച് ആവാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഇലക്ടോറൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ. ഇലക്ടോറൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ പറ്റൂ? ഇലക്ടോറൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാ?
നമ്മൾ ഇലക്ഷൻ റിലേറ്റഡ് എല്ലാം പറഞ്ഞു അല്ലെ. ഇന്ത്യയിലെ ഡെമോക്രാറ്റിക് ഇലക്ഷൻ അല്ലെ, ഡെമോക്രാറ്റിക് ഇലക്ഷൻ. ഡെമോക്രാറ്റിക് അല്ലെ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനെ പറ്റി പറഞ്ഞു. ഇലക്ഷൻ എങ്ങനെയാ കണ്ടക്ട് ചെയ്യുന്നത്, ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറഞ്ഞു അല്ലെ, ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറഞ്ഞു അല്ലെ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനെ പറ്റി പറഞ്ഞു അല്ലെ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. വോട്ടേഴ്സ് ലിസ്റ്റ്, നമ്മൾ ഇലക്ഷൻ വോട്ട് ചെയ്യുന്നത്, വോട്ട് എണ്ണുന്നത് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പം ഇലക്ഷനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ജനറൽ ധാരണ അല്ലെ, കൺട്രിയിൽ നമ്മുടെ ഇലക്ഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ആൾക്കാർ എങ്ങനെയാണ് ഇലക്ഷനുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. കുറച്ച് കണ്ടന്റ് ഉണ്ട്. നിങ്ങൾ നന്നായിട്ട് ചാപ്റ്റർ കേട്ടിട്ട് നിങ്ങൾ നന്നായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുക കേട്ടോ. Okay, thank you.